ഹായ് ഫ്രണ്ട്സ്, ഇഷാസ് വെള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബീറ്റ്റൂട്ട് അച്ചാറാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ 5 ബീറ്റ്റൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിനി തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്ത് വരാം. അപ്പോൾ നമ്മളിത് ഇവിടെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തത്, പിന്നെ കുറച്ച് കരിവേപ്പില. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പുളിവെള്ളമാണ്. ഇനി നമ്മൾ ഈ ബീറ്റ്റൂട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഇതിൽ അച്ചാർ പൊടി ചേർക്കുന്നില്ല, അതിന് പകരം നമ്മൾ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രം അടുപ്പത്തിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഇതിൽ കിടന്ന് ചെറുതായിട്ട് വെന്ത് കിട്ടിയാൽ മതി. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളുടെ ബീറ്റ്റൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നല്ലോണം ചൂടാറി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വിനാഗിരി കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.